രാവിലെ ഇച്ചൂട്ടിനെ അങ്കമാടി കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് നമ്മൾ കുറച്ച് പോർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാനൊരു ലെഫ്റ്റ് ഹാൻഡർ ആട്ടോ. എഴുതുന്നൊന്നുമില്ല, ഇങ്ങനെ കട്ട് ചെയ്യുന്ന അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് കുക്കറിനകത്തേക്ക് ഇട്ടു. അതിനകത്തേക്ക് നമുക്ക് ഗ്രാമ്പൂ പട്ടയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല അതെല്ലാം കുറച്ച് ഇടുന്നുള്ളൂ. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി കുറച്ച് വെള്ളം ഒഴിക്കാവുള്ളൂ. അതിന് ഓൾറെഡി വെള്ളം ഉണ്ടാവുമല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ച് 3 വിസിലടുപ്പിക്കാൻ വെച്ചു കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം കട്ട് ചെയ്തെടുത്തു കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് നമ്മളത് തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. നമ്മൾ ചിക്കൻ കറിയിൽ തേങ്ങാക്കൊത്ത് ഇടാറില്ല, പോർക്ക് വയ്ക്കുമ്പം തേങ്ങാക്കൊത്ത് ഇടും കേട്ടോ. എല്ലാം കൂടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലിട്ട് വഴറ്റുക കേട്ടോ. നമ്മുടെ കുക്കറിനകത്ത് നമ്മൾ 3 വിസിലടുപ്പിക്കണം. നമ്മുടെ കുക്കറിൻ്റെ ഇത് വെച്ചിട്ട് കുക്കർ ഓരോ രീതിക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 വിസിലടുപ്പിച്ച് കുക്കർ വാങ്ങി വെച്ചു. അതിന് ശേഷം സവാള വഴറ്റുക കേട്ടോ. സവാള അത്യാവശ്യം നന്നായിട്ട് വഴലണം. അപ്പോൾ നമ്മളവിടെ തീ കുറച്ചിട്ട് വെച്ചു. അപ്പോൾ നമ്മൾ അടുത്ത അടുപ്പിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയും മൂപ്പിക്കാൻ വെച്ചു കേട്ടോ. നന്നായിട്ട് പൊടി മൂക്കണം കേട്ടോ. പൊടി നന്നായിട്ട് മൂത്തെങ്കിലാണ് കറിക്കൊരു കളർ ഉണ്ടാവുള്ളൂ, കുത്തൽ ചുവ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ മുളകിൻ്റെ ഒരു കുത്തൽ ടേസ്റ്റ് വരും. അപ്പോൾ നന്നായിട്ട് പൊടി മൂപ്പിച്ച് മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള വഴണ്ടതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ പുറകെ തന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. പോർക്ക് വേവ് കുറവാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വേവണം. കറക്റ്റ് വേവാണെങ്കിൽ അപ്പം തന്നെ മസാല ഇടാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മസാല ഇടുമ്പോഴേക്കും പെട്ടെന്ന് അടി പിടിക്കും, വേവില്ല അതിനകത്തിരുന്ന്. അപ്പോഴത്തേക്കും വെന്തു കേട്ടോ. നമ്മൾ വെന്തതായിരുന്നു. പിന്നെ നമ്മൾ വെന്തു നന്നായിട്ട് കുറുകി വന്നപ്പോഴേക്കും ഓഫാക്കി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും കേട്ടോ അതിനകത്ത് നെയ്യ് പൊങ്ങി വരുന്നത്. അപ്പോൾ നെയ്യും അങ്ങനെ എടുത്ത് മാറ്റാറുണ്ട് ഞാൻ. അപ്പോഴത്തേക്കും നല്ല കുറുകിയ കറിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ അവിടെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഏട്ടൻ വന്നപ്പോൾ ഏട്ടയെ പൊറോട്ട മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും പൊറോട്ടയും പോർക്ക് കറിയും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ.